ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇന്ന് എൻ്റെ ചാനലിൻ്റെ പേര് വുമൺ ഓഫ് ഓണർ സീരീസ് എന്നാണല്ലോ. അപ്പോൾ ഈ ചാനലിന് എൻ്റേതായിട്ട് സ്ത്രീകളെക്കുറിച്ചുള്ള വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ഒരു വീഡിയോ പ്രത്യേകിച്ച് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ 3-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയുള്ള സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നതായ വാക്യങ്ങളിലുള്ള ഒരു സംഭവമാണ്. അതായത് അവൻ ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിലൊഴിച്ചു. നമുക്കറിയാം, പന്തിക്കിരിക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കാണും, വേറെ ശിമോൻ്റെ വീട്ടിലാകുമ്പോൾ ശിമോന് അവൻ്റെ ഫാമിലി അങ്ങനെ എല്ലാവരും ഉള്ള ഒരു സാഹചര്യത്തിൽ പന്തിയിലിരിക്കുമ്പോൾ ആ സ്ത്രീ കടന്നു വന്ന് ഏറ്റവും വിലയേറിയതും വളരെ വിലപ്പെട്ടതായ അവളുടെ ജീവിതത്തിൽ അവൾ സൂക്ഷിച്ചു വച്ചിരുന്നതായ അത്രയും വലിയ സംഭവം അവൾ കൊണ്ടുവന്ന് യേശുവിൻ്റെ തലയിലാണ് ഒഴിച്ചത്. ആ തലയിൽ ഒഴിച്ചു. അവൾ അതിന് ശേഷം എന്താ ചെയ്തതെന്ന് നോക്കിയാൽ അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചിലവെന്തിന് ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭർത്സിച്ചു. അപ്പോൾ കുറ്റം പറയാനായിട്ട് നിറയെ പേര് കാണുമല്ലോ, എവിടെയായാലും. വെളിയിൽ പറയാത്തവരുണ്ട്, ഉള്ളിൽ പറയുന്നവരുണ്ട്. ഇവിടെയുണ്ട് ഉള്ളിൽ അവളെ ഭർത്സിച്ചു എന്ന് പറയുന്നത്. എന്തിനാ വെറുതെ ഇത്രയും കാശുകൾ 300 വെള്ളിക്കാശെന്ന് ആ കാലത്ത് 2000 വർഷത്തിന് മുമ്പ് നമുക്കറിയാമല്ലോ. ആ കാലത്തൊക്കെ അത് ഭയങ്കര വലിയ എമൗണ്ടാണ്. അപ്പോൾ ഇത്രയും വിലയേറിയ ഒരു തൈലം കൊണ്ടുവന്ന് ഈ ഗുരുവിൻ്റെ തലയിൽ ഒഴിച്ചിട്ട് എന്ത് സാധിക്കാനാന്നുള്ള രീതിയിൽ ഇവളുടെ വെറും ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ പേര് കഞ്ഞി കുടിച്ച് പോയേനെ എന്നുള്ള രീതിയിലാണ് അവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൽ നീരസപ്പെട്ടെന്നാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ യേശു വന്നിട്ട് ഇവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്, അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അപ്പോൾ യേശു അവൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൾ നല്ല പ്രവൃത്തിയല്ല ചെയ്തത്, എന്തിനാണ് അവളെ അസഹ്യപ്പെടുത്തുന്നത്? അവളെ വെറുതെ വിട്ടേക്ക്, അവളുടെ ഇഷ്ടപ്രകാരം അവളുടെ സന്തോഷം എന്താണെന്നോ അതവൾ ചെയ്തു, അതിന് നിങ്ങളെന്തിനാണ് അവളെ പഴിക്കുന്നതെന്നുള്ള രീതിയിൽ കർത്താവ് ആൻസർ പറയുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കർത്താവ് പറയുന്നു 7-ാം വാക്യത്തിൽ, ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കമുണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും, ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. അവൾ തന്നാലാവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. അതായത് കർത്താവ് പറയുന്നത്, ഇത് നിങ്ങൾക്ക് എപ്പോൾ എവിടെയും എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. നിങ്ങളുടെ അടുത്തൊക്കെ ധാരാളം ദരിദ്രന്മാരുണ്ടല്ലോ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് സഹായം ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനുള്ള മനസ്സുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇച്ഛിക്കുമ്പോഴൊക്കെയും പോയി ചെയ്യാം. എന്നാൽ ഞാൻ എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. അവളെ കൊണ്ടാകുന്ന കാര്യം അവൾ ചെയ്തു. അതായത് എൻ്റെ ശവഅടക്കത്തിൻ്റെ കല്ലറയിൽ അവൾ എന്നെ മുമ്പായിട്ട് ചെയ്യേണ്ട ആ തൈലം ഇപ്പോൾ എനിക്ക് പൂശിയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അവിടെ മുൻകൂട്ടി പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 9-ാം വാക്യത്തിൽ പറയുന്നത്, സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ അത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഈ ലോകമുള്ള കാലത്തോളം, അതായത് സുവിശേഷം അറിയിക്കുന്ന കാലത്തോളം ആ സ്ത്രീയുടെ പേരിവിടെ പറഞ്ഞിട്ടില്ല, എങ്കിലും അവൾ ചെയ്തതും അവൾ ചെയ്ത ആ കർമ്മത്തെക്കുറിച്ചും എല്ലാ സ്ഥലത്തും പ്രസ്താവിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ ദരിദ്രർക്ക് നിങ്ങൾ സഹായിപ്പീനെന്ന് പറയുന്നു. സദൃശവാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് നിൻ്റെ ശത്രുവിന് വിശന്നാൽ അവന് തിന്മാൻ കൊടുക്കുകയാണെന്ന് പറയുന്നത്.
ശത്രുവിനും കൊടുക്കണം, അതുപോലെ തന്നെ ദരിദ്രർക്കും കൊടുക്കണം. പാവങ്ങൾ എപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ നമ്മൾ നല്ലത് ചെയ്യുന്നവരെ കണ്ട് മനസ്സിൽ പിറുപിറുക്കാതെ നമ്മളെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചെയ്യുവാനും നമ്മളെ കൊണ്ടാകുന്ന പ്രവൃത്തി, അതായത് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി, പറയുന്ന അവൾ ചെയ്തത് ഏറ്റവും മേന്മയേറിയ കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവളെ കൊണ്ടാകുന്നതിനപ്പുറമായിട്ടുള്ള അവളുടെ ഫുള്ള് സമ്പാദ്യമായിരിക്കും ഒരു പക്ഷേ ആ തൈലം. എന്തായാലും അത്രയും അവൾക്ക് അങ്ങനെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവൾ സ്വയമേ ചെന്ന് കർത്താവിന് തൈലാഭിഷേകം ചെയ്യുന്നു. അത് കർത്താവ് പറയുന്ന ശവടക്കത്തിന് മുമ്പായിട്ടുള്ള തൈലം പൂശലിൻ്റെ അത് അവൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് പുകഴ്ത്തി പറയുകയാണ് ചെയ്തത്. അതുപോലെ ലോകമുള്ള കാലത്തോളം, സുവിശേഷമുള്ള കാലത്തോളം അവളുടെ പേരും അവൾ ചെയ്ത പ്രവൃത്തി ഓർമ്മിക്കുമെന്ന് പറയുന്നു. പ്രിയരെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ മരിച്ചതിന് ശേഷം ആരെന്ത് ചെയ്താലും നമുക്കതുകൊണ്ടൊരു പ്രയോജനമില്ല, ജനങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഇത് പ്രകാരം, വചനപ്രകാരം നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് നന്മ ചെയ്തു എന്നുള്ളത് മാത്രമേ നമ്മളുടെ കൂടെ പോരത്തുള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഇത്രയും പറയുന്നു. എനിക്ക് സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യുവാൻ ഇത് എത്രയും കാലം ദൈവനെ പ്രയോജനപ്പെടുത്തി എന്നെ ഉപകരിച്ചു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെ നിന്നെന്ന് പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ദൈവത്തിന് നിശ്ചയം. ദൈവനിശ്ചയപ്രകാരം എനിക്ക് എന്തൊക്കെ ആകണമായിരുന്നോ അതൊക്കെയും സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ഇത്രയും കാലം ജീവിക്കുവാനായിട്ട് ദൈവം തന്ന ആയുസ്സിനായിട്ട് അവന് നന്ദി പറയുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ടും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ ചുരുക്കുന്നു. ബൈ ടു ഓൾ. ബൈ.